കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മളിന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ആക്രമിക്കപ്പെടാവുന്ന രീതിയിലാണ് നമ്മളും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലാണല്ലോ ഇതുപോലുള്ള യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. ഞാനിവിടെ ഓക്കെ ആണല്ലോ എന്ന് ആരും ചിന്തിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധിയിൽ വളരുകയുമാണ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം, ഇത് അടയാളങ്ങളാണ്. ദൈവത്തിൻ്റെ ആഗമനത്തിന് മുമ്പുള്ള ഓരോ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടന്നു തന്നെ മുന്നോട്ട് പോകണം. അനുഭവിക്കുക വഴി തന്നെ ഈ തലമുറ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടത് നിലനിൽപ്പാണ്. നമ്മൾ വീണ് പോവരുത്. അപ്പോൾ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധിയിൽ ജീവിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചിട്ടാണ്. കുമ്പസാരവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുമ്പസാരം നന്നായിട്ട് നടത്താനായിട്ട് ശ്രദ്ധിക്കണേ. അതായത് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ പോലും കുമ്പസാരം ഒരു ശരിയായ രീതിയിലല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ, അതായത് നിരന്തര രോഗങ്ങൾ, നിരന്തരം പൈശാചികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കപ്പെടുന്നവർ, ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നവർ, ജോലി മേഖലകൾ തടസ്സങ്ങൾ നേരിടുന്നവർ, അങ്ങനെ പാപാവസ്ഥയിലായിരിക്കുന്നവർ, പിന്നെയും നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നൊരവസ്ഥയിലായിരിക്കുന്ന ദൈവമക്കൾ, വിവാഹബന്ധങ്ങൾ നടക്കാതെ പോകുന്നവർ, അങ്ങനെ മക്കളില്ലാത്തവർ, അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെന്നല്ല പല തടസ്സങ്ങളും ഉണ്ടാവാൻ കാരണം നമ്മുടെ ഏറ്റുപറച്ചിലുകൾ ശരിയല്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു കുമ്പസാരം നടത്താനായിട്ട് സാധിക്കുന്നത്? നമ്മൾ പലപ്പോഴും പല ആളുകൾ പല രീതിയിലാണ് കുമ്പസാരിക്കുക. ചിലർ നമുക്കറിയാം മാസത്തിൽ കുമ്പസാരിക്കും, ചിലർ ആഴ്ചയിൽ പോയി കുമ്പസാരിക്കും, ചിലർ വർഷത്തിൽ കുമ്പസാരിക്കും, ചിലവർ ഒട്ടും കുമ്പസാരിക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ ഇടപെടലിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു കൃപയെന്ന് പറയുന്നത്, നിരന്തരം കുമ്പസാരിക്കാനായിട്ടൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും കുമ്പസാരം എന്ന് പറയുന്നത് മുടക്കരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയായിരിക്കണം നമ്മൾ നന്നായിട്ട് ഒരുങ്ങേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ വിട്ട് കളയുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ദിവസവും കുമ്പസാരിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് കുമ്പസാരം വെക്കരുത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങൾ പല ആളുകൾക്കും കിട്ടാറില്ല. നിരന്തര രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും കൂടുതലും, പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും കൂടുതലും. അതൊക്കെ ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവാനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുമ്പസാരം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഏറ്റുപറച്ചിലൂടെ നമ്മൾ പാപമോചനം നേടും വഴി നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ മേൽ കരുണ വർഷിക്കുകയും നമുക്ക് ദൈവാത്മാവിനെ തരികയും ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുമ്പസാരം എന്ന് പറയുന്ന ഈ കൂദാശ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദയവ് ചെയ്ത് അലസമായിട്ട് നിങ്ങൾ കുമ്പസാരം സ്വീകരിക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഡെയിലി നിങ്ങൾ ചെയ്യുക. ഇനി എനിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ഇല്ല. എങ്ങനെ പോയാലും ഭക്ഷണം നമ്മൾ കഴിക്കും, അല്ലേ? അതും ഒരിക്കലും നമ്മൾ ആരും മറക്കാറില്ല. അതെന്താണ്? അത്രമാത്രം നമുക്കത് വിലപ്പെട്ടതായതുകൊണ്ടാണ്, അല്ലേ? അതുപോലെ വസ്ത്രം നമ്മൾ ധരിക്കാറില്ലേ? അതും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുന്നത് വസ്ത്രത്തെക്കാളും ഭക്ഷണത്തെക്കാളും വിലപ്പെട്ടതാണ് കേട്ടോ. അത് മറക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നത്?
നമ്മൾ ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കുറച്ച് സമയം ദൈവത്തിൻ്റെ അരികിൽ ഇരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ, അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, കുമ്പസാരിക്കുന്നത് ശരിയാവുന്നില്ല, കുമ്പസാരത്തിന് ശേഷവും നിങ്ങൾ പാപങ്ങൾ വീണ്ടും ചെയ്യുന്നു, എന്തോ ഭയങ്കരമായിട്ട് വീണ്ടും നിരാശയിലെയും ദുഃഖവും നമുക്ക് കുമ്പസാര ശേഷം ഉണ്ടാവുന്നു അതുപോലെ തന്നെ രോഗങ്ങൾ, ദുരിതങ്ങൾ പിന്നെ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ദൈവമക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, പിന്നെയും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്താരീതിയുള്ള എല്ലാ ദൈവമക്കളോടും ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് കർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, എനിക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ എന്നെ അനുഗ്രഹിക്കുക. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തയിലും പ്രവൃത്തിയിലും ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഓർത്തെടുക്കാനായിട്ടുള്ള കൃപ തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണ കൂടി നല്ല രീതിയിൽ കുമ്പസാരം നടത്തുക. അതായത് കുമ്പസാരം നടത്തുക എന്ന് വെച്ചാൽ, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുന്നെയാണ്, പള്ളിയിലൊക്കെ പോയാണ് കുമ്പസാരിക്കുന്നതെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുക്കുക, എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഓർമ്മയിൽ വരും എന്നുള്ളതാണ്. ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കും. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കുഞ്ഞു കാര്യം പോലും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യം മതി, അതുപോലും ദൈവസന്നിധിയിൽ വലിയ പാപമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു കുമ്പസാരം കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവികമായിട്ടുള്ള ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുന്നുള്ളതാണ്. അപ്പം നമുക്കൊക്കെ പരിശുദ്ധാമ്മയുടെയൊക്കെ അടുത്തിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരാണ് കേട്ടോ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പാപത്തിൻ്റെ ചെളിയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം. അപ്പം നമുക്ക് വേണ്ട എന്താണ്? നല്ലൊരു കുമ്പസാരം വേണം. അപ്പോൾ അതുവഴി നമുക്ക് ഭയങ്കര വിശുദ്ധി കിട്ടും. അപ്പോൾ പേപ്പർ എടുക്കുക, പേന എടുക്കുക, എഴുതി വെക്കുക. ഓരോന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഓർത്തെടുത്ത് മടിക്കരുത്. എന്തും നമുക്ക് എഴുതാം. ഓർത്തെടുത്ത് എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ എന്ന് ഓർക്കും നമ്മൾ. കാരണം അത്രയും ഉണ്ടാവും നമുക്ക് പറയാൻ. ചില ആളുകൾ പള്ളിയിൽ പോയിരുന്നാലും കുമ്പസാരിക്കുമ്പോൾ നമുക്കറിയാം പകുതി മുക്കാലും പറയില്ല. അതൊന്നും പാപമല്ലാന്ന് എഴുതി നമ്മൾ വിട്ടുകളയാം. പക്ഷെ അതുപോലും ചിലപ്പോൾ പാപമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം എഴുതി വെക്കണം. നമുക്ക് പാപമായിട്ട് തോന്നുന്നതെല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിച്ചത് തൊട്ട് എല്ലാ കാര്യങ്ങളും, ഒന്ന് ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതി നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോകുമല്ലോ, അച്ഛൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ്റെ അടുത്ത്, അല്ല നിങ്ങൾ വീട്ടിൽ പോകാൻ സമയമില്ല, ദൈവത്തിൻ്റെ അരികിലാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരു കരുണക്കൊന്തയൊക്കെ ചൊല്ലി പാപത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാലയും ചൊല്ലി സമർപ്പിച്ച് നിങ്ങൾ വിശുദ്ധി നേടുക കേട്ടോ. പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ച് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, മനസ്സറിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കുമ്പസാരിക്കണം. രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് കുമ്പസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് കുമ്പസാരം നടത്താൻ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. വിശുദ്ധീകരണം നേടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് കുമ്പസാരം നടത്തുക. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ആഴ്ചയിലേക്കും മാസത്തേക്കും മാറ്റി വെക്കാതിരിക്കുക. ഈശോ പറഞ്ഞിട്ടുണ്ട്, അന്നുള്ള ക്ലേശം മാത്രം മതി നമുക്ക്, അല്ലേ? ഇന്നലത്തെയോ നാളത്തെയോ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. ഇന്ന് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് അന്ന് തന്നെ നിങ്ങൾ വഴി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഓപ്പൺ ആവുക. തുറന്ന് സംസാരിച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ കർത്താവിൽ നിന്നും പാപമോചനം നേടിയെടുക്കുക. ഹല്ലേലൂയ. ആവേ മരിയ. വിശുദ്ധ കുമ്പസാരം വലിയൊരു ഇതൊന്നും അല്ല, ഭാരമുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ആത്മബന്ധം കൂട്ടിയെടുക്കുന്നത് ഈ കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ കൂദാശയിലൂടെയാണ്. കുമ്പസാരിക്കുക വഴി നമുക്ക് വിശുദ്ധിയാണ് സ്വന്തമാക്കാൻ പറ്റുന്നത്. നമ്മൾ ആലോചിക്കുന്നത്, എത്ര പേര് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കുമ്പസാരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷവും വിശുദ്ധിയോടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? എത്ര പേരങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്? പിന്നെ നമ്മൾ പാപം ചെയ്യും ചില ആളുകളൊക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട്
കുമ്പസാരം ഉണ്ടല്ലോ എപ്പോഴും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കർത്താവ് എല്ലാ സമയവും ക്ഷമിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ദൈവത്തിനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടും നമുക്ക് പിന്നെയും പിന്നെയും പ്രലോഭനം വരികയാണെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ മാറ്റുക തന്നെ ചെയ്യണം. അത് ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെ പ്രാർത്ഥിക്കണം. പാപം ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പാപത്തിൽ നിന്നും മോചനം കിട്ടാത്ത ദൈവമക്കളാണ് നിങ്ങളെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്ന ദൈവമക്കളെ അമ്മ പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ, ആവേ മരിയ. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഒരു നല്ലൊരു കുമ്പസാരം നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. യുദ്ധങ്ങളും കിംവദന്തികളും ഒക്കെ നമ്മൾ കേൾക്കും. യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടും, കുരിശിലേറ്റപ്പെടും. പല സംഭവങ്ങളും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല കുമ്പസാരം നടത്തുക. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണേ, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ചിന്തയിൽ ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ വലിയ പാപമായിരിക്കും. അപ്പോൾ കൂന കൂട്ടി വെക്കരുത്. കൂന കൂട്ടി വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് അന്നന്ന കാര്യങ്ങൾ അന്നന്ന് പറഞ്ഞ് തന്നെ വിശുദ്ധ കുമ്പസാരം നേടി തന്നെ പോയിക്കൊള്ളുക. ഹല്ലേലൂയ, ആവേ മരിയ. സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മാവിനെ നിങ്ങൾ പാപത്തിലേക്ക് തള്ളിവിടരുത്. ദൈവത്തോട് ചേർന്നിരിക്കാനും സമാധാനവും സന്തോഷവും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവേണ്ടതിനും നിങ്ങളിലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെയാണോ ദൈവം പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ മാത്രം മതി. മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കണ്ട. കാരണം അവർക്ക് വേണ്ടി നമ്മൾ കരുണക്കൊന്ത് ചൊല്ലിയോ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെന്താണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് അവർക്ക് കൂടി വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാവരെയും നല്ലൊരു വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കട്ടെ. ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കാനുള്ള ക്ഷമ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നിത്യജീവനിലേക്ക് ഒരുങ്ങാൻ വേണ്ടി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.